നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് എന്നെ അങ്ങ് വില്ലനാക്കി, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാനാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതും. ഏതായാലും നിങ്ങളുടെ ഔദാര്യത്തിന് ബിസിനസ് നടത്തേണ്ട ഗതികളൊന്നും ഈശ്വരമംഗലത്തെ പ്രണവ് ഗോപിനാഥനില്ല. കുറെ ചൂട സ്റ്റാഫുകളും വിരലെണ്ണാവുന്ന ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സും കയ്യിലുണ്ടെന്ന് കരുതി എന്ത് കളിയും കളിച്ചങ്ങ് ജയിച്ചു കയറാന്ന് കരുതണ്ട മിസ്റ്റർ. കാറ്റ് ദിശ മാറി വീശാനേ ഇനി അധിക സമയമൊന്നും വേണ്ട. എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടും ഞാൻ പൊളിച്ചടുക്കും. എന്നിട്ട് തന്നെ ഈ ഓഫീസിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് പുറത്താക്കി ചാണകവെള്ളം തളിച്ചിട്ട് ഞാൻ ഇവിടുത്തെ MD ആയിട്ടിരിക്കും. കരുതിയിരുന്നോ എല്ലാണ്ണോ, ഞാൻ തിരികെ കയറുന്ന ആ നിമിഷം ഈ കൂട്ടത്തിൽ ഒറ്റൊരെണ്ണം ഇല്ലാതെ എല്ലാത്തിനും ഞാൻ പുറത്താക്കും. അത് ഉറപ്പാ. പോവല്ലേ, ഞാൻ ഒന്ന് പറയട്ടെ. കൈവറോ എന്തുപറ്റി CKC? ഓഫീസിൽ നിന്ന് വളരെ നേരത്തെ ആണല്ലോ. ഓഫീസിൽ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ലെന്നേ. ആ സമാധാനക്കേണ്ട കാര്യം എന്താന്നാ ഞാൻ ചോദിച്ചത്. ആ ഹൈടെക് സിറ്റി പ്രോജക്ടിന്റെ ടെൻഡർ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതിലിത്ര ടെൻഷൻ ആവാൻ എന്തിരിക്കുന്നു? വൈകുന്നേരം ആവുമ്പോൾ ടെൻഡർ ഫിക്സ് ചെയ്ത് പ്രണവ് വരും. CKC അവനെ പിടിച്ചിരുത്തി നയത്തിൽ 2 പെഗ് ഒഴിച്ചു കൊടുത്താ അവൻ മണി പോലെ കാര്യങ്ങൾ പറയും. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ. എന്നാലും എന്തോ ആ പ്രോജക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോട് ഞാൻ കണക്ക് പറയേണ്ടി വരും. ഇൻവെസ്റ്റേഴ്സിനോട് മാത്രമല്ല, കണക്ക് എന്നോടും പറയേണ്ടി വരും. ആഹാ, CKC വന്നതിന്റെ പുറകെ തന്നെ പ്രണവ് ഇങ്ങ് എത്തിയല്ലോ. എന്തായാലും തളർന്നിരിക്കാതെ പോരിനായി അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയതല്ലേ, ആ മനക്കരത്തിന് സമ്മതിച്ചു കൊടുക്കണം. അതിന് ഇന്ന് എന്റെ വക പ്രണവിന് ഒരു പ്രത്യേക ട്രീറ്റ് ഉണ്ട് ജ്യോതി. അല്ല പ്രണവേ, പെട്ടെന്ന് പ്രണവിന്റെ തിരിച്ചുവരവ് കണ്ടിട്ട് ആ ഗൗതം റിയാക്ട് ഒന്നും ചെയ്തില്ലേ? എന്തു പറയുന്നു മഹാനായ ഗൗതം സർ? എന്താ മോനെ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്കിളെ, എല്ലാം എന്റെ വിധിയാ, അനുഭവിച്ചല്ലേ പറ്റൂ. ഇതെന്താ CKC ഇങ്ങനെ? ഇവനിതെന്തു പറ്റി? ഒരു പിടിയില്ല. ആന്റി, ജ്യൂസ് റെഡി. അല്ല, അങ്കിളിതെപ്പോഴാ വന്നേ? ഞാൻ ആന്റിക്ക് മാത്രമേ ജ്യൂസ് എടുത്തുള്ളൂ. നല്ല ഐസൊക്കെ ഇട്ടിട്ടുണ്ട്. തൽക്കാലം ഇത് അങ്കിൾ കുടിച്ചോ, ആന്റിക്ക് ഞാൻ വേറെ എടുത്തോളാം. അങ്കിളിന് ഇപ്പോൾ ജ്യൂസിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നീ ഇത് മോളിൽ കൊണ്ടുപോയി കൊടുക്ക. മുകളിലോ? അവിടെ അതിനാരാ ഇരിക്കുന്നത്? ആ, നിന്റെ പ്രണവ് വന്നിട്ടുണ്ട്. ആഹാ, പ്രണവ് ഇത്ര നേരത്തെ ഇങ്ങ് തിരിച്ചു വന്നോ? അവന് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. നീ ഇത് പ്രണവിനോട് കൊടുക്ക്. ചെല്ല്. ശരി അങ്കിളെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ.
ഓഫീസിലേക്ക് പോയതിനേക്കാൾ വേഗത്തിൽ ആള് തിരിച്ചു വന്നല്ലോ. ഇതെന്തു പറ്റി? വെറുതെ എന്നെ ടെൻഷനാകാൻ നീ ഒന്ന് പോയ ശിവാനി. ഓ, ആള് ഭയങ്കര ചൂടിലാണല്ലോ. ഒരു കാര്യം ചെയ്, നല്ല ഐസ് ഇട്ട് തണുപ്പിച്ച ജ്യൂസാ ഇത്. ഇത് ഒറ്റ വലിക്കങ്ങ് കുടിച്ചേ, മൊത്തത്തിലൊന്ന് തണുക്കട്ടെ. ഇത് വല്ലവരുടെ വീടായി പോയി. ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ തട്ടി തെറിപ്പിച്ചാനേ. കൊണ്ട് പോവാൻ്റെ മുന്നിൽ.